കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും തെക്കേക്കും തെക്ക് അരുവിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് മലപ്രദേശമാണ്. ഇപ്പോഴും അതിങ്ങനെ തുടരുന്നു. അവിടെ കൂടെയാണ് നെയ്യാർ ഒഴുകുന്നത്. പേര് തന്നെ കേട്ടാൽ അറിയാം, നെയ്യാറാണെന്നാണ്. അപ്പം നെയ്യാറിൻ്റെ തീരത്തുള്ള അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഇടയ്ക്കിടെ പോയി ധ്യാനമിരിക്കുമായിരുന്നു. അങ്ങനെ ധ്യാനമിരുന്ന അരുവിപ്പുറത്ത് ഗുരുദേവൻ ഒരു ക്ഷേത്രം തന്നെ പണിതു. ശിവവിഗ്രഹം, ശിവലിംഗം എന്നുള്ള സങ്കല്പത്തിൽ ഒരു നല്ല കൃത്യമായ ഒരു കല്ല് എടുത്തുകൊണ്ട്, പുഴയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഒരു ക്ഷേത്രം പണിതു. ഇന്നും മതേതരത്വത്തിൻ്റെ മത നിരാശതയുടെ അല്ലെങ്കിൽ ജാതി മത വർഗവർണ്ണ വെറികൾക്കപ്പുറമായുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി അരുവിപ്പുറം നിൽക്കുന്നു. ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞത് അതിനുശേഷം ഗുരുദേവൻ 1903 അവിടെ വാവൂട്ട് സമിതിയുണ്ട്. വാവൂട്ട് സമിതി എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിൽ വാവിന് ആളുകൾക്ക് വരാനും പൂജിക്കാനും അങ്ങനെയുള്ള അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ആളുകളെ സഹായിക്കാനൊക്കെ ഒരു വാവൂട്ട് സമിതി ഉണ്ടാക്കി അവിടെ. എന്നാൽ 1903 ആയപ്പോൾ ഗുരുദേവനോടൊപ്പം വലിയ മഹാരഥന്മാർ ഉണ്ടായിരുന്നു. കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും ഡോക്ടർ പത്മനാഭൻ പാൽപുരം, കെ കൃഷ്ണൻ വടക്കിൽ, കെ കുമാരൻ തുടങ്ങിയ വലിയ പ്രമുഖരെല്ലാം ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ഈ ധർമ്മങ്ങളൊക്കെ, അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങയുടെ കാലശേഷവും സമൂഹം അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങയുടെ പേരിൽ ഒരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നുള്ള രീതിയിൽ ഒരു സംവിധാനം SNDP എന്ന പേരിൽ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ തുടങ്ങി SNDP, ഒരേ ജാതി ഒരേ മതം ഒരേ ദൈവം മനുഷ്യർക്ക് എന്ന ഗുരുദേവൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക, അതിനൊരു സാമൂഹ്യ സമത്വം കൊണ്ടുവരിക, വിദ്യാഭ്യാസപരമായി പുരോഗതി കൊണ്ടുവരിക, വിദ്യ നേടുക, സംഘടിക്കുക, സംഘടനയുണ്ടാക്കുക, ആത്മീയമായ ഉണർവ് കൊണ്ടുവരിക, മതത്തിൻ്റെ പേരിലുള്ള അനാചാരങ്ങൾ നീക്കുക, സാമ്പത്തിക വികസനം കൊണ്ടുവരിക, അതിന് സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാം കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൻ്റെ ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളുടെയും പൊതുസമുദായത്തിൻ്റെയും അശരണരായ നിരവധി പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ആത്മീയ ഉന്നമനത്തിനും വേണ്ടി 1903 SNDP സ്ഥാപിച്ചു. എന്നാൽ കാലം കഴിഞ്ഞ് വന്നതോടുകൂടി SNDPയുടെ പല ലക്ഷ്യങ്ങളും അതിൽ നിന്ന് മാറി. ഇന്ന് 80 ലക്ഷത്തോളം വരുന്ന SNDPയിൽ 80 ലക്ഷം ആളുകളില്ല. കാര്യം SNDP യോഗത്തിൽ എല്ലാവരുമില്ല. കമ്മ്യൂണിസ്റ്റുകാരും കടുകട്ടി കോൺഗ്രസ്സുകാരും കടുകട്ടി BJPക്കാരും ഒന്നും ചിലപ്പോൾ SNDPയിൽ ഉണ്ടാവണമെന്നില്ല. SNDPയുടെ ശാഖകളിൽ എല്ലാവരും എന്നാലും 10-80 ലക്ഷത്തോളം ഈഴവരും അതുപോലെ തന്നെ മലബാറിലേക്ക് ചെല്ലുമ്പോൾ ചോവന്മാരും എന്നൊക്കെ പറയുന്ന 10-80 ലക്ഷം ആളുകളുണ്ട്. അത് കേരളത്തിൽ ഒരു നല്ല സംഖ്യ തന്നെയാണ്. 3,60,00,000 കണക്കെടുക്കുമ്പോൾ നല്ലൊരു സംഖ്യ തന്നെയാണ്. ഈ സംഖ്യയിൽപ്പെട്ട ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ സംഘടിതമായി ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കായിരുന്നു. പലപ്പോഴും എല്ലാവരും കേരള കൗമുദിയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിലെല്ലാം കേരള കൗമുദി മേടിക്കും. പിന്നെ അതിന് മാറ്റം വന്നത് ദേശാഭിമാനി സ്വന്തമായി പത്രം തുടങ്ങി, പാർട്ടി സ്വന്തമായി പത്രം തുടങ്ങി. പിന്നെ ദേശാഭിമാനി വന്ന് അത് അവരുടെ പ്രചരണമൊക്കെ വന്നപ്പോഴാണ് കേരള കൗമുദിക്ക് ഒരു ഇടിവുണ്ടായത്. അതുവരെ കേരള കൗമുദി വാങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു കൂടുതലും. മാത്രമല്ല മിക്കവാറും ഈഴവരുടെ വീട്ടിൽ ചെന്നാൽ കാറൽ മാർക്സിൻ്റെയോ ലെനിൻ്റെയോ എംഗൽസിൻ്റെയോ AKGയുടെയോ പിന്നെ വന്ന് EMSൻ്റെയോ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 70കൾ മുതൽ SNDPക്ക് മറ്റൊരു രൂപം വന്നു. അത് വെറും ഒരു സംഘടന, മതമല്ല, ഒരു ഗുരുദേവനുണ്ടാക്കിയ സംഘടന എന്ന നില 70കൾ 80കളാകുമ്പോൾ മാറുന്നു. 90കളാകുമ്പോൾ വളരെ കൃത്യമായി അത് മാറുന്നു. വെള്ളാപ്പള്ളി നടേശൻ വന്ന് 30 വർഷത്തോളം ആകുന്നു. ഇപ്പോൾ ആ 30 വർഷമാകുമ്പോൾ 96 മറ്റോ ആണ് വന്നത്. 30 വർഷമാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ രൂപം എല്ലാം മാറി. വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കാലമാണ് തീരുമാനിക്കേണ്ടത്. ഇതിനിടയിൽ സ്വയം സഹായ സംഘങ്ങളെന്ന് പറയുന്ന കുറച്ച് സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി. അതിൽ ചില കേസും പ്രശ്നങ്ങളൊക്കെ വന്നു. SNDP തന്നെ പല കഷ്ണങ്ങളായി. അതിൽ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന അതിസമ്പന്നനും മെഡിക്കൽ കോളേജും പിന്നെ ചിട്ടി ഫണ്ടും ഒക്കെ നടത്തുന്ന ഗോകുലം ഗോപാലൻ അതിൽ നിന്ന് പിന്മാറി. പിന്നെ SNDPയിൽ തന്നെ ശ്രീനാരായണ മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് പല കഷ്ണങ്ങളായി. എങ്കിലും SNDP, വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന SNDPയും SN ട്രസ്റ്റും തന്നെയാണ് കേരളത്തിൽ ഏറ്റവും മുന്തിയ സംഘടനയായി ഇപ്പോഴും ഈഴവ സമുദായത്തിൽ നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ SNDP ഉണ്ടാക്കുമ്പോൾ അത് ഈഴവർക്ക് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിച്ചിരുന്നില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക എന്നതായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെന്നും
ഭിന്നിച്ച് നിൽക്കും. പുറത്ത് പറയില്ല, ഉള്ളിൽ ജാതി ഉണ്ട്. അപ്പോൾ അവരവരുടെ ഗുരുദേവനും അവരവരുടെ ആചാര്യനുമൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് ചട്ടമ്പിസ്വാമി അംഗീകരിക്കുന്നവർ തിരുവനന്ത ഗുരുദേവനെ അംഗീകരിക്കില്ല, ഗുരുദേവനെ അംഗീകരിക്കുന്നവർ ചട്ടമ്പിസ്വാമികൾ അംഗീകരിക്കില്ല, മന്നത്ത് പത്മനാഭൻ്റെ ശിഷ്യന്മാർ ഇങ്ങോട്ട് അംഗീകരിക്കത്തില്ല, അങ്ങോട്ടും അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാത്ത ഒരു സമൂഹമാണ് നമ്മൾ. അതിനിടയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വരവോടുകൂടി, ഞാനിത് പറയുന്നത് SNDP-യുടെ എഴുത്തി കാണിക്കാനോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ എഴുത്തി കാണിക്കാനോ പിണറായി വിജയനെ എഴുത്തി കാണിക്കാനോ ഒന്നുമല്ല. ചരിത്രമായി തന്നെ നിൽക്കണമല്ലോ, അല്ലെങ്കിൽ കാലക്കേട് കാണിക്കും. അങ്ങനെ വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു ബാലൻസിങ് തിയറി എടുക്കാത്തതെന്ന് ഇപ്പോഴും നിഗൂഢമാണ്. മുസ്ലിം ലീഗ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണോ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം, അതോ മുസ്ലിം ലീഗിൻ്റെ പേര് പറഞ്ഞ് മറ്റേതെങ്കിലും കാരണം കൊണ്ട് കോൺഗ്രസിനെ എതിർക്കുകയാണോ? എന്തായാലും VD സതീശനുമായി 1 മില്ലിമീറ്റർ പോലും 1 ഇഞ്ച് പോലും സന്ധി ഇല്ലാത്ത വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. പിന്നെയും രമേശ് ചെന്നിത്തലയെയോ മുരളീധരനെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയോ അങ്ങനെ ആരെങ്കിലും അംഗീകരിക്കും. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു രീതി, അദ്ദേഹം ഒരിക്കൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ ഈഴവർക്കെല്ലാം ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിതാപം പറയുന്നതിനിടയിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, VSനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ജാതിയിലും വിശ്വസിക്കുന്ന ആളല്ല, അമ്പലത്തിൽ അങ്ങനെ പോകുന്ന ആളല്ല, അദ്ദേഹം വിശ്വാസിയല്ല, ആശ്രമങ്ങളിൽ പോകുന്ന ആളല്ല, പല ആശ്രമങ്ങളിലും അദ്ദേഹത്തെ പരിപാടികൾക്ക് വിളിച്ചിട്ട് അദ്ദേഹം പോയിട്ടില്ല. പിണറായി വിജയനൊക്കെ പോകുന്ന സ്വഭാവക്കാരനാണ്, അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം ഒരു പ്രത്യേക ക്യാരക്ടറാണ്, ഒരു വിപ്ലവകാരിയുടെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തനതായ ശൈലിയിൽ പോകുന്ന ഒരാളായിരുന്നു VS. ആ VS ഈഴവ സമുദായത്തിൽ ജനിച്ചതായതുകൊണ്ട് അത് ഞങ്ങൾക്ക് നേരിട്ട് മുഖ്യമന്ത്രി ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും VS ഒരു ഈഴവനാണല്ലോ, അതിൽ ഞങ്ങൾ സംതൃപ്തനാണ് എന്ന് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഈഴവനായിട്ടുള്ള ഒരാൾ മതി, അതാരായാലും അവിടെ വന്നോട്ടെ എന്നുള്ള, അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും SNDP-യെ തള്ളിപ്പറയുന്നവരായാലും ഈഴവരെ തള്ളിപ്പറയുന്നവനായാലും ജാതി ഇല്ലെന്ന് പറയുന്ന ആൾ യുക്തിവാദി ആയാലും ഈഴവനാണല്ലോ ജന്മം കൊണ്ട് എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. പക്ഷേ കാലം അതും കടന്നുപോയി. ഇപ്പോൾ പിണറായി വിജയനെ വലിയ രീതിയിലാണ് വാഴ്ത്തുപാട്ട്. ഏത് ശാഖായോഗത്തിൽ പോയാലും അവിടെയെല്ലാം വലിയ രീതിയിലാണ് പിണറായി വിജയനെ പറയുന്നത്. ഇന്ന് തന്നെ വീണ്ടും പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം ഭാഗത്ത് വന്നിട്ടാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിണറായി തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി. അത് കോവിഡ് കാലവും പ്രളയകാലവും എല്ലാം കേരളം കണ്ടതാണ്. അതുകൊണ്ട് ഇനി പിണറായി വിജയനെ തകർക്കാൻ തൽക്കാലം ആരും കേരളത്തിലില്ല എന്ന് പറയുന്ന രീതിയിൽ കോൺഗ്രസിനെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്, കോൺഗ്രസ് ശരിയല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും കോൺഗ്രസിനകത്തും നല്ലൊരു വിഭാഗം ഈഴവരുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. അപ്പോൾ എങ്ങനെയാണിനി ഐക്യജനാധിപത്യ മുന്നണി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജാതി സമവാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? എന്തായാലും വെള്ളാപ്പള്ളി നടേശന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയതിലോ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിലോ എതിർപ്പില്ല. മുസ്ലിങ്ങളുമായിട്ടാണ് ഒരു കട്ടപ്പോര് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണവും നമുക്കറിയില്ല. രണ്ടാമത് എന്തുകൊണ്ട് വളരെ പരസ്യമായി സാധാരണ ഒരു സമദൂരം പറയും, LDF വരട്ടെ, UDF വരട്ടെ, സതീശനും വരട്ടെ, എവരും വരട്ടെ, നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്ന നിലപാട് മാറ്റി വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ PR വർക്ക് ചെയ്യുന്ന നിലയിലേക്കാണ് പലപ്പോഴും വെള്ളാപ്പള്ളി അവരുടെ പ്രസ്താവനകൾ വരുന്നത്. അത് എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു കാരണവുമില്ല. ഇത് രാഷ്ട്രീയമായ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. ലീഗിനോടുള്ള എതിർപ്പും അതുവഴി കോൺഗ്രസിനോടുള്ള എതിർപ്പുമായിട്ടുള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് പരസ്യമായ രാഷ്ട്രീയം. ഇനി അകത്ത് അന്തർധാരകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. രാഷ്ട്രീയത്തിൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അന്തർധാരകളാണ് പ്രധാനം. ബാഹ്യമായി കാണുന്നതൊക്കെ പുകമറ മാത്രമാണ്.